ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മൾ ഇന്ന് ജനുവരി മാസത്തെ പ്രധാന അപ്ഡേറ്റുകളെ കുറിച്ചും ജനുവരി മാസത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്ര രൂപയാണ് ജനങ്ങളിലേക്ക് ലഭിക്കുക എന്നതിനെയും കുറിച്ചുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ജനുവരി മാസത്തിൽ നിലവിലുള്ള അപ്ഡേറ്റ് പ്രകാരം 3200 രൂപ ക്ഷേമ പെൻഷനും കൂടാതെ 2000 രൂപ PM കിസാൻ വകയും ലഭിക്കും എന്നതാണ് അറിയിപ്പ്. ഇത് രണ്ടും ചേർന്ന് ഒരു മാസത്തിൽ ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കുക 5200 രൂപയാണ്. ഈ 5200 രൂപ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിന് ചില നിബന്ധനകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ സ്വീകരിച്ചിരുന്നവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് സമർപ്പിക്കാത്ത പക്ഷം നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ PM കിസാന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് സീഡിംഗ് സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ EKYCയും നിർബന്ധമായി ചെയ്യണം. ഇത് ചെയ്യാത്ത പക്ഷവും നിങ്ങൾക്ക് ഗഡുക്കൾ മുടങ്ങുന്നതായിരിക്കും. PM കിസാന്റെ 18ാം ഗഡു നിങ്ങൾക്ക് മുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോർട്ടലിൽ കയറി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് 18ാമത്തെ ഗഡുവും 19ാമത്തെ ഗഡുവും സ്വീകരിക്കാവുന്നതാണ്. നിലവിൽ PM കിസാന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേഷൻ പ്രകാരം 18 അല്ലെങ്കിൽ 19 ജനുവരിയിലാണ് നിങ്ങൾക്ക് എല്ലാ ഗഡുക്കളും അക്കൗണ്ടിലേക്ക് കയറുക. പെൻഷന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ എന്നാണ് കയറുന്നത് എന്നുള്ള എക്സാക്ട് ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. ആദ്യം 1600 രൂപയാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള തുകകൾ പാസ്സായതിനെ തുടർന്ന് 2 ഗഡുക്കൾ നൽകാനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പെൻഷൻ തുക 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് അനൗൺസ് ചെയ്തിരുന്നു. നിലവിൽ ഇതുവരെ അതിനുവേണ്ടുന്ന യാതൊരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല. നിലവിൽ പുതിയ ഇലക്ഷനെ വരവേൽക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഇലക്ഷനുകളിൽ നേരിട്ട തോൽവിക്ക് കാരണം പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാത്തത് ആണ് എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. 2500 രൂപയിലേക്ക് ഉടനെ തന്നെ ഉയർത്താൻ സാധിക്കില്ല എന്നിരുന്നാലും പെൻഷൻ തുക തീർച്ചയായും ഉയർത്തുക തന്നെ ചെയ്യും. ചെറിയ മാറ്റങ്ങൾ പോലും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സർക്കാരിന് വലിയ ബാധ്യതയായി തീരാൻ സാധ്യതയുണ്ട്. എന്നാലും രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി തീർച്ചയായും തുക വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.